നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്തയായിരുന്നു ദുബായ് എയർ ഷോയിൽ നടന്നത്. അതായത് ദുബായ് എയർ ഷോയിൽ ഇന്ത്യയുടെ തേജസ് മാർക്ക് 1 ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ പറക്കലിനിടെ തേജസ് തകർന്നു വീണു. ഇത് ഇന്ത്യക്കും തേജസ് മാർക്ക് 1 വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് വളരെ അടുത്തുവരെ എത്തിയിരുന്ന ഇന്ത്യക്ക് തേജസ് മാർക്ക് 1 വാങ്ങാൻ സാധ്യതയുള്ള ഉപഭോക്താക്കളെല്ലാം മാറുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കളി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ തേജസ് മാർക്ക് 1A ആവശ്യക്കാർ എത്തിയിരിക്കുന്നു. അതെ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത LCA തേജസ് മാർക്ക് 1A യുദ്ധവിമാനം ഇപ്പോൾ മെഡിറ്ററേനിയൻ മേഖലയിൽ മറ്റൊരു രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഈ അടുത്തിടെയാണ് ഗ്രീക്ക് പ്രതിരോധ മന്ത്രി നിക്കോളാസ് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം തേജസ് മാർക്ക് 1A കഴിവുകളെ കുറിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥരോട് വിശദമായി അന്വേഷിക്കുകയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇതിനെപ്പറ്റി വിശദമായി വിശദീകരിച്ചു നൽകുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യോമയാന സഹകരണത്തെ കുറിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യയുടെ തേജസ് മാർക്ക് 1 ഉൾപ്പെടെ നിരവധി ആയുധങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യ ഗ്രീക്ക് പ്രതിരോധ മന്ത്രിക്ക് നൽകിയിട്ടുമുണ്ട്. ഗ്രീക്ക് വ്യോമസേന ഇപ്പോൾ നിലവിൽ അവരുടെ പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങൾ മാറ്റി അവിടേക്ക് പുതിയ യുദ്ധവിമാനങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ തേജസ് മാർക്ക് 1 പറ്റിയുള്ള ചർച്ച വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ശീതയുദ്ധകാലത്തെ വിമാനങ്ങളായ F4 ഫാന്റം 2 വിമാനങ്ങളാണ് ഗ്രീക്ക് ഇപ്പോഴും പരിമിതമായി ഉപയോഗിക്കുന്നത്. ഇവ മുമ്പ് നവീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് വീണ്ടും പഴയതാവുകയും പരിപാലിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ F4 ഫാന്റമിന് പകരമായി ഇന്ത്യയുടെ തേജസ് മാർക്ക് 1A എത്താൻ പോവുകയായിരിക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇന്ത്യയുടെ തേജസ് മാർക്ക് 1A എന്ന് പറയുന്നത് AESA റഡാർ, നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, ആധുനിക ആയുധ ശേഷികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ആധുനിക സിംഗിൾ എഞ്ചിൻ യുദ്ധ വിമാനമാണ്. ഇവിടെ നമ്മൾ ഈ രണ്ട് വിമാനങ്ങളും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ തേജസ് മാർക്ക് 1A F4 ഫാന്റവും ഒരേ വിഭാഗത്തിലുള്ള വിമാനങ്ങളെ അല്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഫാന്റം എന്ന് പറയുന്നത് ഒരു വലിയ ഇരട്ട എഞ്ചിൻ ഹെവി ഫൈറ്റർ ബോംബർ ആണ്. അതേസമയം നമ്മുടെ തേജസ് ഒരു ലൈറ്റ് ഫൈറ്റർ ആണ്. അതേപോലെ ഈ F4 ഫാന്റം 2 പരമാവധി ടേക്ക് ഓഫ് ഭാരം എന്ന് പറയുന്നത് 28 ടണ്ണിൽ കൂടുതലാണ്. ദീർഘദൂര സ്ട്രൈക്കുകളും ഇന്റർസെപ്ഷനും ഉൾപ്പെടെയുള്ള മൾട്ടി റോൾ ദൗത്യങ്ങൾക്കായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് വിപരീതമായി തേജസ് മാർക്ക് 1A ഒരു യഥാർത്ഥ ലൈറ്റ് കോമ്പാക്ട് വിമാനമാണ്. ഏകദേശം 6.5 ടൺ ഭാരവും അതേപോലെ തന്നെ ഏകദേശം 13.5 ടൺ പരമാവധി ടേക്ക് ഓഫ് ഭാരവുമാണ് തേജസിനുള്ളത്. അതുകൊണ്ട് തന്നെ തേജസ് കൂടുതൽ ചടുലമായി പ്രവർത്തിപ്പിക്കാനും സാധിക്കും. അതേപോലെ തന്നെ ചെലവും കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ തേജസ് ഗ്രീസിന് ആകർഷകമായ ഒരു ഓപ്ഷൻ ആയിരിക്കാം. കുറഞ്ഞ ചെലവ്, എളുപ്പമുള്ള അറ്റകുറ്റപ്പണി, വേഗത്തിലുള്ള വിന്യാസ ശേഷി എന്നിവയാണ് തേജസിന്റെ ഏറ്റവും വലിയ ശക്തി. F-16 മിറാജ് 2000 അതേപോലെ തന്നെ F-35 വിമാനങ്ങൾ ഗ്രീസ് ഇതിനകം തന്നെ പ്രവർത്തിപ്പിക്കുന്നുണ്ടത്രേ. ഈ സാഹചര്യത്തിൽ തേജസിനെ താങ്ങാനാവുന്നതും ഉയർന്ന വോള്യം ഉള്ളതുമായ ഒരു ഫൈറ്ററായി പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഗ്രീസിനെ സംബന്ധിച്ചിടത്തോളം തേജസ് ഇപ്പോൾ ഒരു നല്ല ഓപ്ഷൻ ആണ്. അതേപോലെ തന്നെ ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അടുപ്പം, ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ കയറ്റുമതി നയവും ഈ കരാറിനെ വളരെയധികം ശക്തിപ്പെടുത്തുന്നുണ്ട്. സാങ്കേതികവിദ്യ കൈമാറ്റം, പ്രാദേശിക ഉൽപാദനം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഗ്രീസിന്റെ പ്രതിരോധ വ്യവസായത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും. മൊത്തത്തിൽ ഇപ്പോൾ ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ഈ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നു വരുന്ന തന്ത്രപരമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഔപചാരികമായി ഒരു കരാറിൽ ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും പരിശീലനം, സാങ്കേതിക സഹകരണം അല്ലെങ്കിൽ പ്രത്യേക പതിപ്പുകൾ പോലുള്ള ഓപ്ഷനുകളെ കുറിച്ചുള്ള ഭാവി ചർച്ചകൾ എന്നിവയ്ക്കുള്ള വാതിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങൾ നിർണായക ആയുധ പരീക്ഷണങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഏകദേശം 5 വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറത്തക്ക രീതിയിൽ തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ ആസ്ട്ര BBR മിസൈൽ പോലുള്ള മിസൈലുകൾ, വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് ഭൂമിയിലേക്കും വിക്ഷേപിക്കാവുന്ന ആയുധങ്ങൾ ഒക്കെ ഇതിൽ വിജയകരമായി വിക്ഷേപിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിതരണം ചെയ്യുന്നതിന് ജെറ്റുകൾക്ക് യോഗ്യത നേടുന്നതിന് ആവശ്യമായ എല്ലാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും പൂർത്തിയായിട്ടുമുണ്ട്. ഈ ആസ്ട്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈല്, ബ്രിട്ടീഷിന്റെ ASRAAM മിസൈൽ തുടങ്ങിയ പ്രധാന ആയുധങ്ങളുടെ വിക്ഷേപണം ഉൾപ്പെടെയുള്ള തേജസ് മാർക്ക് 1A ആയുധ പരീക്ഷണങ്ങൾ പൂർത്തിയായി എന്ന് HAL ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ, എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് ഫയറിംഗ് പരീക്ഷണങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് ഇപ്പോൾ ഒരു വലിയ നേട്ടം തന്നെയാണ് ഗ്രീക്ക് അവരുടെ പഴയ F4 ഫാന്റം 2 യുദ്ധവിമാനങ്ങൾക്ക് പകരമായി വിശ്വസനീയമായ ഒരു പകരക്കാരനായി ഇന്ത്യയുടെ തേജസ് മാർക്ക് 1A വിലയിരുത്തുന്നത്. ഇത് ഇന്ത്യൻ ലൈറ്റ് കോമ്പാക്ട് വിമാനത്തെ പാശ്ചാത്യ എതിരാളികൾക്കൊപ്പം ആഗോള കയറ്റുമതി ഭൂപടത്തിൽ
ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന യുദ്ധവിമാന കയറ്റുമതിയുമായിരിക്കും ഇത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് മാർക്ക് 2 വികസനത്തിന്റെ അവസാന ഘട്ടത്തിലുമാണ്. ആഭ്യന്തര പരീക്ഷണങ്ങൾക്ക് ശേഷം ഈ യുദ്ധവിമാനം പുറത്തിറക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. HALനും DRDOയ്ക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഈ യുദ്ധവിമാനത്തിൽ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. ലോകത്തിലെ നൂതന 4.5 തലമുറ യുദ്ധവിമാനങ്ങളുമായി മത്സരിക്കുന്നതിനാണ് തേജസ് മാർക്ക് 2 വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. കൂടാതെ ഈ യുദ്ധവിമാനത്തിലൂടെ ഇന്ത്യ ഒരു കയറ്റുമതിക്കാരനാകാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യക്ക് സ്വീഡിഷ് കമ്പനിയായ സാബ് യുദ്ധവിമാനം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. സ്വാബിൽ നിന്നുള്ള ഈ നിർദ്ദേശം എന്ന് പറയുന്നത് ഇത് ഏകദേശം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഇത് യുദ്ധവിമാനങ്ങൾ വിൽക്കുന്നതിനപ്പുറം ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ എയറോസ്പേസ് വ്യാവസായിക ആവാസ വ്യവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതയാണ് ഈ വാഗ്ദാനം മൂലം ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഡിസൈൻ ശേഷികൾ, പ്രാദേശിക ഉൽപാദനം, ദീർഘകാല അറ്റകുറ്റപ്പണികൾ, സാങ്കേതിക സംയോജനം, സാബ് JAS-39 ഗ്രിപ്പനി യുദ്ധവിമാനം എന്നിവയൊക്കെ ഈ ഓഫറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ സാബിന്റെ ഗ്രിപ്പൻ പ്രോഗ്രാമിന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ മൈക്കൽ ഫ്രാൻസൺ പറയുന്നത് ഇന്ത്യയുമായുള്ള ചർച്ചകൾ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും മാത്രമല്ല ഒതുങ്ങുന്നത്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന എയറോസ്പേസ് കഴിവുകൾ വികസിപ്പിക്കുന്നതിനെ കുറിച്ചാണ് കമ്പനി സംസാരിക്കുന്നത് എന്നാണ്. ഇതിനർത്ഥം ഗ്രിപ്പൻ എന്ന് പറയുന്നത് ഒരു വിമാനമായി മാത്രമല്ല, വ്യാവസായിക പരിവർത്തനത്തിനുള്ള ഒരു മാർഗമായിട്ടുമാണ് ഇവർ ഇന്ത്യക്ക് മുന്നിൽ നീട്ടിയിരിക്കുന്നത്. സാബിന്റെ ഓഫർ ഇന്ത്യക്ക് വളരെയധികം ആകർഷകമായ ഓഫറാണ്. ആധുനിക യുദ്ധത്തിന് ഈ യുദ്ധവിമാനം അനുയോജ്യമാണ്. ഭാവിയിൽ വലിയ നവീകരണത്തിനുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഗ്രിപ്പനി തേജസ് മാർക്ക് 2വിനെ ഒരു ഭീഷണിയായി മാറുമോ? ഇവിടെ ഈ രണ്ട് വിമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ തേജസ് മാർക്ക് 2 എന്ന് പറയുന്നത് ഏകദേശം 17.5 ടൺ പരമാവധി ടേക്ക് ഓഫ് ഭാരമുണ്ട്. അതേസമയം ഗ്രിപ്പനിക്ക് 16.5 ടൺ ഭാരമാണ്. അതായത് ഇതൊരു ചെറിയ വ്യത്യാസമാണ് എന്ന് തോന്നുമെങ്കിലും ഉയർന്ന പേലോടും ദൈർഘ്യമേറിയ ദൗത്യശേഷിയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യ തേജസ് മാർക്ക് 2വിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തേജസ് മാർക്ക് 2വിന് 11 ഹാർഡ് പോയിന്റുകളുണ്ട്. അതായത് ഗ്രിപ്പനിയേക്കാൾ 1 കൂടുതൽ. ഇതിനർത്ഥം ഇതിന് ഒരേ സമയം കൂടുതൽ ആയുധങ്ങളും ഉപകരണങ്ങളും വഹിക്കാൻ കഴിയും എന്നാണ്. ഇതിന്റെ പേലോഡ് ശേഷി ഏകദേശം 6.5 ടൺ ആണ്. അതേസമയം ഗ്രിപ്പനിയുടെ 6 ടൺ ആണ്. ഇത് മാർക്ക് 2വിന് എയർ ടു എയർ മിസൈലുകൾ, പ്രിസിഷൻ ബോംബുകൾ, ഇലക്ട്രോണിക് വാർഫെയർ പോഡുകൾ, ഇന്ധന ടാങ്കുകൾ എന്നിവ ഒരൊറ്റ ദൗത്യത്തിൽ തന്നെ വഹിക്കാൻ സാധിക്കും. ആധുനിക വ്യോമയുദ്ധത്തിൽ ഈ റഡാറിന്റെ ശ്രേണി, സെൻസർ ഫ്യൂഷൻ, ഇലക്ട്രോണിക് സുരക്ഷ, നെറ്റ്വർക്ക് കണക്ടിവിറ്റി എന്നിവ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ ഗ്രിപ്പൻ ഇയിലുള്ള റഡാർ എന്ന് പറയുന്നത് നൂതനമായ ലിയാനാർഡോ റേമൻ ES-05AES റഡാർ ആണ്. അതേപോലെ തന്നെ തേജസ് മാർക്ക് 2വിലും സമാനമായ ഒരു AES റഡാർ ആണ് ഉള്ളത്. മാർക്ക് 2വിന്റെ നവീകരണത്തിലും പരിഷ്കരണത്തിലും ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. അതായത് തേജസ് മാർക്ക് 2വിന് നമുക്ക് ഭാവിയിലും നവീകരിക്കാൻ പറ്റും. ബ്രഹ്മോസ് എൻജി പോലുള്ള ദീർഘദൂര മിസൈലുകൾ പോലുള്ള കനത്ത തദ്ദേശീയ ആയുധങ്ങൾ വഹിക്കത്തക്ക രീതിയിലാണ് ഇതിപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ആക്രമണ ശേഷിയും തന്ത്രപരമായ സന്തുലിതാവസ്ഥയും ഇത് ശക്തിപ്പെടുത്തും. മറുവശത്തെ ഗ്രിപ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലൈറ്റ് ഏജിൽ പ്രവർത്തനങ്ങളിലാണ്. അതേപോലെ നമ്മുടെ തദ്ദേശീയമായ തേജസ് മാർക്ക് 2 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വിമാനം മാത്രമല്ല, ബഹിരാകാശ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. അതായത് ഇന്ത്യയുടെ ഈ തദ്ദേശീയമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഡിസൈന്, നവീകരണം, അറ്റകുറ്റപ്പണി എന്നിവയിൽ പൂർണ്ണമായിട്ടും നിയന്ത്രണം ഉണ്ടായിരിക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ ചെലവുകൾ കുറയ്ക്കാനും ആഭ്യന്തര വ്യവസായം ഉത്തേജിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. ആഗോള രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യക്ക് അതിന്റെ വിമാനങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തേണ്ടത് കൂടുതൽ തന്ത്രപരമായ പ്രധാനമായി തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗ്രിപ്പൻ ഇയുടെ കടന്നുവരവ് HALലും DRDOയിലും കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. തേജസ് മാർക്ക് 2വിന്റെ അന്താരാഷ്ട്ര മത്സരത്തിന് ഇതിപ്പോൾ കാരണമാകുമോ എന്നുകൂടെ അറിയേണ്ടതായിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ തേജസ് മാർക്ക് 1Aയും തേജസ് മാർക്ക് 2ഉം തമ്മിൽ HALലും DRDOയ്ക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഈ യുദ്ധവിമാനത്തിൽ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. ഈ യുദ്ധവിമാനത്തിലൂടെ ഇന്ത്യ ഒരു കയറ്റുമതിക്കാരനാകാനാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും നൂതനമായ എയറോസ്പേസ് വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുക എന്നതുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.